അമേരിക്ക കൈമാറിയ 15 വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇറാൻ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ അവകാശപ്പെട്ടതാണെന്ന് ആഗോള സമൂഹം നിയമപരമായി അംഗീകരിക്കണമെന്നുൾപ്പെടെയാണ് 5 നിർദ്ദേശങ്ങൾ. ഇറാനുമായുള്ള ചർച്ചയിൽ തങ്ങൾക്കും പങ്കാളിത്തം വേണമെന്ന് ഗൾഫ് രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനിൽ വൻ സൈനിക നേട്ടം ഉറപ്പാക്കാൻ കഴിഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധവിരാമ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം. ഇപ്പോൾ MCA നാസർ തുടരുന്നുണ്ട്. നാസർ, തുടരാം. 26-ാം ദിവസത്തിലും സംഘർഷം ശക്തമായി തന്നെ തുടരുകയാണ്. പക്ഷേ അതേസമയം ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു യുദ്ധവിരാമത്തിനുള്ള തിരക്കിട്ട നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 15 നിർദ്ദേശങ്ങൾ അമേരിക്ക പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചത്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഒട്ടും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന ഒരു സന്ദേശമാണ് ഔദ്യോഗിക സ്വഭാവത്തിലല്ലെങ്കിൽ പോലും ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. തികച്ചും യഥാർത്ഥവും അതോടൊപ്പം തന്നെ യുക്തിരഹിതവുമാണ് ഈ 15 നിർദ്ദേശങ്ങളെന്ന് ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നു. കാരണം ഇതിൽ പ്രധാനമായിട്ടും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കണം, അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറയ്ക്കണം എന്നതുൾപ്പെടെ നേരത്തെ ഇറാൻ തള്ളിയ അതേ കാര്യങ്ങൾ തന്നെയാണ് 15 നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തള്ളിയ ഇറാൻ ഇന്ന് വൈകിട്ട് 5 ഉപാധികളാണ് ഇപ്പോൾ ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ അമേരിക്കക്ക് കൈമാറിയിരിക്കുന്നത്. ആ ഉപാധികളിൽ ഏറ്റവും പ്രധാനമെന്നത് സമഗ്ര സ്വഭാവത്തിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് ഇറാനിനെതിരായിട്ടുള്ള യുദ്ധം മാത്രമല്ല, തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. മാത്രമല്ല ഈ യുദ്ധത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾക്ക് പൂർണ്ണമായ തോതിലുള്ള ഒരു നഷ്ടപരിഹാരം അമേരിക്ക ലഭ്യമാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഭാവിയിൽ ഒരു നിലക്കും ഇറാനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടാകില്ല എന്ന് രേഖാമൂലം തന്നെ ഉറപ്പ് നൽകേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറത്താണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ അധികാരം, പരമാധികാരം ഇറാന് മാത്രമായിരിക്കുമെന്ന് അന്തർദേശീയ തലത്തിൽ തന്നെ ഒരു അംഗീകാരം നൽകണം എന്നതുൾപ്പെടെയുള്ള ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള 5 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും തങ്ങളുടെ ഈ 15 നിർദ്ദേശങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം രാത്രി തന്നെ കൈമാറാമെന്ന് ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചതായിട്ടാണ് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും പ്രായോഗിക തലത്തിൽ ഈ ചർച്ചയ്ക്കുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കാളിത്തം ഇറാൻ പൂർണ്ണമായിട്ടും നിരാകരിക്കുകയാണ്. കാരണം ഒരു നിലയ്ക്കുള്ള ചർച്ചയും അമേരിക്കയുമായി നടന്നിട്ടില്ല. അത്തരമൊരു ചർച്ച നടത്താൻ ഇറാനിലെ ആരും തന്നെ തയ്യാറാവുകയില്ല. പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല മുജ്തബ ഖാംനയി, അദ്ദേഹത്തിന് മാത്രമാണ് ഒരു ചർച്ച നടത്താനുള്ള അധികാരം. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിലാണ് എന്ന ഒരു വിശദീകരണം കൂടിയാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായിട്ടും ഇറാന് പരമാധികാരം നൽകുക എന്നതിന്റെ അർത്ഥം ഈ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള പൂർണ്ണമായിട്ടുള്ള അതിന്റെ വിവേചനാധികാരം പോലും ഇറാന് വിട്ടുകൊടുക്കുക എന്നതായിരിക്കും. പക്ഷേ ഇത് എത്ര കണ്ട് അമേരിക്കക്ക് സ്വീകാര്യമാകുമെന്ന കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെയോ അമേരിക്കൻ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം സംഘർഷം വലിയ തോതിൽ തന്നെ തുടരുകയാണ്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം ഈ രാത്രിയിലും തുടരുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈന്യത്തിന് നൽകിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 48 മണിക്കൂർ എന്ന സമയപരിധി അമേരിക്ക നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി ഉള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഏകപക്ഷീയമായി തന്നെ അമേരിക്ക ഒരു യുദ്ധവിരാമത്തിലേക്ക് നീങ്ങിയേക്കുമോ എന്ന ഒരു പ്രതീക്ഷയും ഈ സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും തുർക്കി, ഈജിപ്ത്, ഒമാൻ എന്നീ രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ തുടരുകയാണ്. കാരണം ഈ സംഘർഷം ഇനിയും നീളുന്നത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അനുരഞ്ജനത്തിലേക്ക് വരണമെന്ന നിർദ്ദേശമാണ് ഈ 3 രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്. ഏതർത്ഥത്തിലുള്ള ചർച്ചയ്ക്കും വേദിയൊരുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഈജിപ്തും തുർക്കിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ടുള്ള നടപടികളും നിർദ്ദേശങ്ങളും നൽകേണ്ടത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനുമാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം കൂടി ഇനി വരേണ്ടതുണ്ട്. ഹരിഗോവിന്ദ്. MCA, ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിൽ തുടരുമ്പോഴും ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകുന്നത്. ഇന്ന് ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം ശക്തിയായി നടന്നിട്ടുണ്ടോ? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇന്ന് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്?
ഹരിഗോവിന്ദ്, ഇന്നലെ രാത്രി മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള ആക്രമണം, ഒരു പരമ്പര, മിസൈൽ പരമ്പര തന്നെ വരുന്നു. അത് പിന്നെ പൂർണ്ണമായിട്ടും വലിയ തോതിലുള്ള ഒരു ഭീതി വിതയ്ക്കുന്നു. തുടർന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അടുത്ത മിസൈൽ പരമ്പര കൂടി വരികയും ഇസ്രായേൽ നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയ്ക്കും ഒരു സ്വാസ്ഥ്യം നൽകാത്ത വിധത്തിലുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നും അരങ്ങേറിയത്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ചിരിക്കുന്ന മിസൈലുകളാണ് തെല്ലവീവിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ വിദൂരമായിട്ടുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിലും പതിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നും ഇസ്രായേൽ നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിരോധങ്ങൾ പൂർണ്ണമായിട്ടും അതിലംഘിച്ചുകൊണ്ട് എങ്ങനെ ഈ മിസൈലുകൾ പിന്നെ തങ്ങളുടെ മണ്ണിൽ പതിച്ചു എന്നത് സംബന്ധിച്ച അന്വേഷണത്തിനും ഇന്ന് വീണ്ടും ഇസ്രായേൽ നേതൃത്വം ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ ഇസ്രായേലിന് നേരെ, പ്രത്യേകിച്ച് ഡിമോണ ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രമുള്ള പ്രദേശങ്ങളിലേക്കടക്കം ആക്രമണം ശക്തമായി തന്നെ തുടരാനുള്ള ഒരു നീക്കത്തിലാണ് തങ്ങളെന്ന് ഇറാൻ നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട 24 മണിക്കൂർ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ്. പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്കും ഈ ആക്രമണം നീളുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഹരിഗോവിന്ദ്.